നമസ്തേ. ഇന്നത്തെ പാരായണ ഭാഗത്തിൽ രാമാഭിഷേക വിഘ്നത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ദേവതകളുടെ ആവശ്യപ്രകാരം അഭിഷേക വിഘ്നം വരുത്തുവാൻ വാണീദേവന്മാരുടെ നാവിൽ വസിച്ച മന്ധര മൂലം കൈകേയിയെ കൊണ്ട് അഭിഷേകം മുടക്കുന്നു. മുൻപ് ദേവാസുരത്തിൽ പങ്കെടുക്കാൻ പോയ ദശരഥ മഹാരാജാവിനോടൊപ്പം കൈകേയിയും പോയിരുന്നു. യുദ്ധസമയത്ത് രഥചക്രത്തിന്റെ ആണി ഇളകിപ്പോകുകയും യുദ്ധാവസാനം വരെ ആണിക്ക് പകരം കൈകേയി തന്റെ വിരൽ കടത്തിവെച്ച് രാജാവിനെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതിൽ സംപ്രീതനായ രാജാവ് ഇഷ്ടമുള്ള 2 വരം വാങ്ങിക്കൊള്ളുവാൻ ആവശ്യപ്പെടുകയാണ്. അന്ന് കൈകേയി ആ വരങ്ങൾ ആവശ്യമുള്ളപ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു. ആ 2 വരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടണം എന്ന് കൈകേയിയോട് മന്ധര പറയുകയാണ്. മന്ധരയുടെ ഏഷണിയിൽ കുടുങ്ങിയ കൈകേയി രാജാവിനോട് 2 വരം ആവശ്യപ്പെടുന്നു. 1, ഭരതനെ രാജാവാക്കുക. 2, രാമനെ 14 വർഷം കാട്ടിൽ വസിപ്പിക്കുക. ഇതുകേട്ട് ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീഴുകയാണ്. ശ്രീരാമദേവൻ പിതാവിനെ ആശ്വസിപ്പിക്കുന്നു. ഈ വിവരമറിഞ്ഞ് ലക്ഷ്മണൻ കോപാകുലനാകുന്നു. നമസ്തേ. 5ാം ദിവസമായ ഇന്ന് പാരായണം ചെയ്യുന്നത് രാമാഭിഷേക വിഘ്നം മുതൽ വിച്ഛിന്നാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. കോജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാഗർത്താ ശിവസംഭക്തോ വാഗർത്ത പ്രതിപത്തയേ ജഗദഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപദീം രഘുകുലാന്വയരത്നദീപം ആജാനബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണോമോ തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമാഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശകഥനാകയാലാകുലമുള്ളിൽ വളരും നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം മരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു
വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോത്തേക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുട നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയിദാനം അവളോട് ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിടുന്നറിയാതെ. ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമെടുത്ത നാളുണ്ടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ദാനവും ചെയ്തു കേകയ പുത്രിയും ചിത്രമോദേന നൽകിയിടിനാളാദരാൽ. ചിത്രമായൊരു ചാമീകരനോപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞേലതിനില്ല ഒരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാൻ രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയെക്കാളെന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ്റെ യാപരൻ. കേകയ പുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ. തൊൽപുത്രനായ ഭരതനെയും വലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമാനയച്ച കൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതോ രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കും കണ്ടോ നിർഭാഗ്യയായോരു നീ. ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം മരാധവതിച്ചിടുകിലുമാം. സഹപത്നജാത പരാഭവം കൊണ്ടുള്ളതാവും പോണ്ടോ ധരണിയിൽ വാഴയിൽ നല്ലോ മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലിക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടുകാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതൻ വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരു വായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുട സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം
പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരൻ സത്യങ്കൽ നിന്നുട ഹസദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായൊരു ദശാന്തരേ നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞത് ഭൂപനും നിൻചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തവാക്യം കേട്ട് നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ ദത്തമായോരു വരദ്വയം സാദരം നിസ്സംഭവതി മയാ ദ്രവതീശ്വര ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരിക്കെന്നതേ വേണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിത് മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർകുന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞുക ഭൂമിയിൽ തന്നെ മനിലാംബരത്തോടും കണ്ണുനീരാല മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതു മരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേകിനാൾ കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഓഹോ പരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസ്സി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നയ വണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാനിധനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിശദേശിക വാക്യസ്ഥിതനായി സുശീലനായി ശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണഭം നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപ്പുരം അകമ്പുക്കരുളീടിനാൻ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമിവളിങ്ങു പോയിടിനാൾ മന്ദമാകുന്നതുന്മേഷമെൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനെ കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരവധി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചതീർമൂലം ഏതുമറിഞ്ഞില്ല ഞങ്ങളോ മനവാ തത്ര ഗത്വ നിന്തിരുവഴി ദേവിതൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ട് ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊൽകടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോ ആരൊരു വിപ്രിയം ചെയ്തത് വല്ലഭേ ദണ്ഡനെന്നാകിലും വധ്യ
വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നർത്തകനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പന്നവനെ ഞാൻ അർത്ഥവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നർത്തനാക്കും അവനൻ എന്നും അവനെ ഞാൻ വധ്യന നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യന വേണ്ടുകിൽ നൂനം നിനക്കധീനം അവജീവനം മാനിനെ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്ന ഇപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ജൈവൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായിക്കമാം മലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ട് തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ഉദ്ധാനവും ചെയ്തു മനവൻ തന്നോട് മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോട് പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായ സത്യത്തെ മന്നവാം എങ്കിലോ പണ്ടു സുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലത് രണ്ടു ഇച്ഛയുണ്ടെന്നു വാങ്ങിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷസ്സി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നോ മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജുരചേതസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാകന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന ഹഹ പരബ്രഹ്മ ബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവമുര ചെയ്തു എന്തിവണ്ണം പറയുന്നതോ ഭദ്രേ നീ എന്ത് നിന്നോട് പിഴച്ചതോ രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്തതിനെന്തു കാരണം എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുനമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം നിന്റെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്ന് പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൾ ഭ്രാന്തനെന്നാകയ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുട ജീവന ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നിലൊരു സംശയം സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്ത് വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും
ഭൂമിപതേ വൃഥ മൃത്യയാക്കിയിടല. കൈകേയി തന്നുട നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം മരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിത് വത്സര തുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്നികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യ സ്തുതി ജയ ശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും ഉണർത്തിയിടിനാരന്നേരം. ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവര് നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി വൃഷോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്ന വെൺകൊറ്റക്കുടതഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണ വാജീരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. ശ്രീബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസ്സേ ചേർത്ത പരമാനന്ദത്തോടു മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായി ദമണികുണ്ടല സമുഗ്ന ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും ഗന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടുകൂപ്പിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജംഘവും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറപടി ശോഭയും അംഭോജതുല്യമാഘൃതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാകുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാഗവസ്ത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു. നമുക്കിനി എന്നിതം മാനസധാരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചേർത്ത വിഷാദമോടൗത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണുമുഴുകിയും പിന്നെയും പൊങ്ങിയും പണിയിട്ടിനാർ പുരവാസികളാദരാൽ. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യന് മുതിച്ചിടിനാൻ മനവൻ പള്ളിക്കുറിപ്പുണർന്നേലെന്നും എന്തൊരു മൂലം അതിനൊന്നു മനസ്സേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരോ അന്തപുരമകം പൊക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനസ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ ഇത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു വൃദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലം പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ.
ചൊല്ലുകെന്നോട് കേട്ടു. കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രി പതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി രാമേതി ജപിക്കയും രാമനെത്തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉജ്ജൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്ത ആകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്ന് വരുത്തുക വയ്യാതെ എന്നതു കേട്ട് സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ട് ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ട് സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്ന് പിതാവൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണത് ഭൂപനും. രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളത് കണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിത് സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിത നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ ദൃണാം ചേതസ്സി നീ നിരൂപിക്കലുതിനീ താതനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃ ദുഃഖോപശാന്തിക്കുകിഞ്ചിൽ ത്വയ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു പരമമോദത്തമായിട്ടുണ്ടോ പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസാ. നിന്നാലെ സാധ്യമായുള്ളോന്നത് രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ. സത്യഭാഷേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകം നരകത്തിൽ നിന്നുടൻ തന്നുട താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ എന്നതറിക നീ. മഹാത്രവചനശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും ഇത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പ അതിനില്ല സംശയം. മാനസേ ഖേദം അതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ രാജ്യമെന്നാലെന്നതറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കണമെങ്കിലുമേവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം. ചേതസ് ചെറ്റിൽ എനിക്കെന്നറിയുക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാല കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം. യുദ്ധമെല്ലാം പരിജ്ഞാനം മയാധുനാം. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാനാകുല ഏതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം
സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ടു മനവനെന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്ക്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതോ ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കുമേ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ. താതന് തന്നോടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ട് ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീജിതനായതി കാമുകനായൊരു രാജാധമനനാകുമെന്നെയും വൈകാതെ ഭാഷേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം. അല്ലായെങ്കിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാം ബുധേ രാഘവാം. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹഹ രാമ ജഗന്നാഥ ഹഹ രാമ രാമ ഹഹ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകത്തഴുകയും പിന്നെ ചുട ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോപിതൻ തഥാ. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡ ഇതിനു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയും ഇല്ലിതു രണ്ടിനും. സഹോദരൻ നാടു ഭരിച്ചിരുന്നീടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും മനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃകേകം പൊക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ജയിച്ചു വിത്തമദീവദാനങ്ങൾ ചെയ്താതരാൽ. ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടില്ലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്നേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതളശ്യാമകളെ വരം വന്നം തലോടി പറഞ്ഞിടിനാൻ. എന്തൻ മുഖനെ
എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് വാരം വിശക്കയോ വന്നിരുന്നിടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നോട് മാതാവിനോടരുൾ ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്ര അരണ്യവാസത്തിന് പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതന വാഴിക്ക എന്നതുമെന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക. മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ വാരിൽ മോഹിച്ചു വീണേടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ തന്നോട് നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചുറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നോട് വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നോട് വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാജ്ഞന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപഹീനം ഷടപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ഥികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതു ഇതിന് ശോകിപ്പതിന് അന്തർമുദാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ. ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരോ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദൃഷാദഗ്ധമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാ മന്ദിരവത്സനാനന്ദ സ്വരൂപനിന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാതിവൃന്ദാരക വൃന്ദ വന്ധ്യാഹ്രിയുക്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനനെന്തു ചോടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപവൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ഇന്ന് വായിച്ച ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത് രാമാഭിഷേക വിഘ്നമാണ്. കഴിഞ്ഞ ദിവസത്തെ ഭാഗത്ത് രാമൻ്റെ അഭിഷേകത്തിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ ദശരഥ മഹാരാജാവ് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണ് ദേവന്മാർ ചെന്ന് സരസ്വതി ദേവിയെ കാണുന്നു. ഈ അഭിഷേക വിഘ്നത്തിന് വേണ്ടിയിട്ട് മന്ഥരയുടെ നാവിൽ പോയി മന്ഥരയെ കൊണ്ട് കൈകയോട് പറയിച്ച് ഈ അഭിഷേകത്തിന് വിഘ്നം വരുത്തണം, അല്ലെങ്കിൽ രാവണനെ കൊല്ലാനുള്ള ഒരവസരം നഷ്ടമാകും എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് സരസ്വതി ദേവി മന്ഥരയുടെ നാവിൽ വന്ന് മന്ഥരയെ കൊണ്ടാണ് പറയിക്കുന്നത്. പണ്ട് ദേവാസുര യുദ്ധത്തിന് പോയ സമയത്ത്
കൈകേയിക്ക് 2 വരം ദശരഥൻ കൊടുത്തിട്ടുണ്ട്. അത് ആ സമയത്ത് വേണ്ട, ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിച്ചോളാം എന്ന് കൈകേയി പറഞ്ഞിങ്ങനെ വെച്ചിരിക്കുമായിരുന്നത്. അപ്പം ഈ സമയം വന്നിട്ടുണ്ട്. ഇപ്പോൾ രാജാവിനോട് ആ വരങ്ങൾ ആവശ്യപ്പെടണം. അതിലൊന്ന് ഭരതനെ രാജ്യഭാരം ഏൽപ്പിക്കണം, രണ്ടാമത്തത് ശ്രീരാമൻ കാട് വാഴണം. അപ്പം പെട്ടെന്ന് തന്നെ ആദ്യം ശ്രീരാമൻ്റെ അഭിഷേകം അറിഞ്ഞ് വളരെ സന്തുഷ്ടയായ കൈകേയി, ശ്രീരാമനോട് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കൈകേയി മന്ധരയുടെ വാക്ക് കേട്ട ഉടൻ തന്നെ മനസ്സ് മാറി. അപ്പം അതാണ് പറയുന്നത്, നമ്മൾ ഒരു ദുഷ്ട സംസർഗം വർജിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ എത്ര നല്ല ആൾക്കാരാണെങ്കിലും ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ചെളി പറ്റിയാൽ കരി പറ്റിയാൽ സ്വർണവും അഴുക്കായിപ്പോവും. അതുപോലെയാണ് നല്ല ആൾക്കാർ ചീത്ത ആൾക്കാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അവരുടെ മനസ്സും മോശമാകും. അതുകൊണ്ട് ദുഷ്ട സംസർഗം, ദുർജന സംസർഗം നമ്മൾ വർജിക്ക വേണം. അതാണ് ഈ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകാനുള്ളത്. അതിനുശേഷം പിന്നീട് ശ്രീരാമൻ കാട്ടിലയക്കണമെന്ന് കേട്ട് ദശരഥൻ മോഹിച്ച് വീഴുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ ദശരഥനെ കാണുന്നു. അച്ഛ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാട്ടിൽ പൊക്കോളാം, അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം കൈകേയി പറയുന്നുണ്ട്, കൈകേയിയാണ് ഈ വിവരം പറയുന്നത്. കാട്ടിൽ പോകണം എന്നുള്ളതും വരം തരുന്ന കാര്യം എല്ലാം പറയുന്നത് കൈകേയിയാണ്. അപ്പം കൈകേയിയോട് ശ്രീരാമൻ തന്നെ പറയുകയാണ്, താതകാര്യമനാജ്ഞമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാഹ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും മുക്തനെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. അച്ഛൻ്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഉത്തമ പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ടും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവൻ മധ്യമൻ. അതല്ലാതെ പറഞ്ഞാലും ചെയ്യാത്തവൻ പിത്രോർ മലം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മലമാണെന്നാണ് സജ്ജനങ്ങൾ അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം ഒരു മകൻ്റെ കർത്തവ്യമാണ് അച്ഛൻ്റെ സത്യം രക്ഷിക്കുക എന്നുള്ളത്, അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത് മകൻ്റെ കർത്തവ്യമാണെന്നത് ഏറ്റെടുത്തുകൊണ്ട് ശ്രീരാമൻ പറയുകയാണ്, ഞാൻ കാട് വാണുകൊള്ളാം, ഭരതനെ രാജാവാക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മണന് ദേഷ്യം വരുന്നു. ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുകയാണ്, അതുപോലെ തന്നെ കൗസല്യോടും പറയുന്നു, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അച്ഛൻ്റെ പരിബന്ധികളായിട്ടുള്ള ആൾക്കാരെ എല്ലാം ജയിലിലിട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ രാജ്യാഭിഷേകം നാളെ തന്നെ നടത്തുന്നതാണ്. അവിടെ വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിലുള്ളത്. നമസ്തേ.